എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം ആളുകൾ വ്യത്യസ്തമായ ഉദ്ദേശങ്ങളോടുകൂടെ കർത്താവിൻ്റെ അടുത്ത് വന്നതായി നാം കാണുന്നുണ്ട്. ഇവിടെ രാത്രിയിൽ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദേമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ കർത്താവിനെ കുറിച്ച് പല കാര്യങ്ങളും കേൾക്കുവാനിടയായി. കർത്താവ് ആരാണെന്ന് താൻ വ്യക്തിപരമായി മനസ്സിലാക്കി തൻ്റെ ചില ചോദ്യങ്ങളുമായി കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് കർത്താവിനെ സമീപിക്കുകയാണ്. അവൻ കർത്താവിനെ വിളിക്കുന്നത് തന്നെ റബി എന്നാണ്. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ഒരു പഠനം താൻ നടത്തിയിട്ട് ചില സംശയങ്ങളുമായി വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. കർത്താവിന് കൊടുക്കുന്നൊരു മറുപടിയാണ് നാം വായിച്ച വേദഭാഗത്ത്, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കുക. ഈ കാര്യത്തിൽ നിക്കോദിമോസ് കർത്താവിനോട് വീണ്ടും ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. ന്യായമായൊരു ചോദ്യമാണ് പുതുതായി ജനിക്കുക. ഒരിക്കൽ ജനിച്ചവനാണ് നിക്കോദിമോസ്. തൻ്റെ മാതാപിതാക്കളിലൂടെ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഭൂമിയിൽ ജനിച്ച നിക്കോദിമോസ് വീണ്ടും ചോദിക്കുകയാണ്, ഇനി എങ്ങനെയാണ് ഞാൻ ഒന്നുകൂടെ ജനിക്കുന്നത്, പുതുതായി ജനിക്കുന്ന? പ്രിയപ്പെട്ടവരെ, ദൈവവചനം വളരെ കൃത്യമായി ഓർപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ജനിക്കുമ്പോൾ അവൻ പാപത്തിലാണ് ജനിക്കുന്നത്. മാതാപിതാക്കളുടെ രക്തത്തിൽ അവൻ ജനിക്കുമ്പോൾ ആ സ്വഭാവമാണ് അവനിലേക്ക് പകരപ്പെടുന്നത്. അതൊരു പാപ സ്വഭാവമാണെന്നാണ് ദൈവവചനം പറയുന്നത്. കാരണം ദൈവകൽപ്പന ലംഘിച്ച ആദ്യ മനുഷ്യർ പാപികളായി തീർന്നത് കൊണ്ട് അവരുടെ പരമ്പരകളായ സകല മനുഷ്യരും പാപികളായി തീർന്നു. അങ്ങനെ പാപത്തിൽ ജനിച്ച മനുഷ്യന് ദൈവരാജ്യ പ്രവേശനം സാധ്യമല്ല. കാരണം അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. ബൈബിൾ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അങ്ങനെ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ട മനുഷ്യൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പാപത്തിന് പരിഹാരം വരണം. അതാണ് കർത്താവിടെ വ്യക്തമായി പറയുന്നത്, പുതുതായി ജനിക്കുക. വീണ്ടും ജനനം എന്നാണ് ബൈബിളിൻ്റെ ഭാഷ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കി. ഇവിടെ നിക്കോദിമോസ് ചില കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നാൽ യേശു ക്രിസ്തു എന്തിനാണ് വന്നതെന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് നാം വായിക്കുന്നത് കാൽവരിയിലെ ക്രൂശിൽ താൻ മരിച്ചു എന്നാണ്. സകല മനുഷ്യരുടെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു പാപവും ചെയ്യാത്ത കർത്താവ് ക്രൂശ് മരണം വരിക്കുകയുണ്ടായി. കാരണം സകല മനുഷ്യരും പാപികളാണ്. ഒരന്ധന് മറ്റൊരു അന്ധനെ വഴി കാണിപ്പാൻ കഴിയുകയില്ല. ഒരു പാപിക്ക് മറ്റൊരു പാപിയെ രക്ഷിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് കന്യകയിൽ ജാതനായ കർത്താവ് പാപമില്ലാത്തവനായി അവനിയിൽ പിറന്ന് സകല മനുഷ്യരുടെയും പാപങ്ങളെ തൻ്റെ മേലേറ്റെടുത്ത് പാപപരിഹാര ബലിയായി തീർന്ന് ആ പാപത്തിന് പരിഹാരം വരുത്തിയത്. അങ്ങനെ ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ, ഏറ്റുപറയുന്നുവോ, അംഗീകരിക്കുന്നുവോ, കർത്താവേ ഞാനൊരു പാപിയാണ്, അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, അവിടുന്ന് ദൈവമാണ്, എന്നിട്ടും ഈ താണഭൂമിയിലേക്ക് വന്ന് എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത് എനിക്ക് പകരമായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളത്
വിശ്വസിക്കുന്ന ഒരുവനാണ് വീണ്ടും ജനനം പ്രാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാപസ്വഭാവത്തോട് വിട പറഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി പിറക്കുകയാണ്. പാപത്തോട് നോ പറഞ്ഞ് ഇനി ഞാനൊരു ദൈവവൈതലായി ജീവിക്കുന്നു എന്ന് സമ്മതിച്ച് ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുന്നതാണ് വീണ്ടും ജനനം. അങ്ങനെ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരുവനെ കുറിച്ചാണ് പറയുന്നത്, അവന് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയും. ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു. സ്നേഹവാനായ ദൈവം ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എൻ്റെ പാപത്തിനാണെന്ന് ആരൊക്കെ അംഗീകരിക്കുന്നുവോ അവർക്ക് പാപപരിഹാരം വരാനിടയായിത്തീരും. അതാണ് നിക്കോദിമോസിന് കൊടുക്കുന്ന ഉത്തരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യരും പാപികളാണ്. അങ്ങനെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യൻ അതിന് പരിഹാരം വരണമെങ്കിൽ ഒരു വീണ്ടും ജനനം പ്രാപിക്കണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് പാപപരിഹാരം വന്ന് ഒരു ദൈവ പൈതലായി തീരുവാൻ എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.